Hi students, good morning all. How are you doing? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ചാപ്റ്ററിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഓൾറെഡി എലിമെൻ്ററി കനാൽ പ്ലസ് ഡൈജസ്റ്റീവ് ഗ്ലാൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഡൈജഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് നോക്കണ്ടേ അല്ലേ? യു ക്യാൻ മേക്ക് എ ലുക്ക് ഇൻ ടു ഹൗ ദ ആക്ച്വൽ പ്രോസസ് ഓഫ് ഡൈജഷൻ ഒക്കേഴ്സ്. ഓക്കെ, ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആൻഡ് വി നോ ദാറ്റ് ഇൻ ഹ്യൂമൻ കേസ് അല്ലേ, നമ്മുടെ കേസിൽ ഡൈജഷൻ ഒക്കെ നടക്കുന്നത് ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ ബോത്ത് മെക്കാനിക്കൽ ആസ് വെൽ ആസ് കെമിക്കൽ പ്രോസസ്. ഡൈജഷൻ എന്ന് പറയുന്ന പ്രക്രിയയിൽ എന്താണ്, മെക്കാനിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതുപോലെ കെമിക്കൽ പ്രോസസ്സും നടക്കുന്നുണ്ട്. ആ രീതിയിൽ ആണ് നമ്മുടെ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ? അതറിയാലോ. So before moving to the process of digestion, we can just mention about the importance of digestion. അല്ലേ, നമ്മൾ ഡൈജഷൻ പ്രോസസ്സ് പഠിക്കുന്നതിന് മുൻപ് അതിൻ്റെ ഒരു പ്രാധാന്യം എന്തുകൊണ്ടാണ് ഡൈജഷൻ എന്ന പോലുള്ള ഒരു കോംപ്ലക്സ് പ്രോസസ്സ് നടക്കേണ്ട ആവശ്യം എന്താണ്? ബിക്കോസ് വി നോ ദാറ്റ് അവർ ബോഡി അല്ലേ, നമ്മുടെ ശരീരത്തിന് എന്ത് വേണം? ഇറ്റ് നീഡ്സ് ന്യൂട്രിയൻസ് ഫ്രം ഫുഡ് ആൻഡ് ഡ്രിങ്ക് അല്ലേ. നമ്മൾ കഴിക്കുന്നതിലൂടെയും നമ്മൾ കുടിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് ന്യൂട്രിയൻസ് വേണം. then only we can work properly and stay healthy ഇല്ലേ. നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും നന്നായിട്ട് വർക്ക് ചെയ്യാനൊക്കെ we need nutrients. So we have already said that proteins, fats, carbohydrates, vitamins, minerals and water are nutrients. ഇതൊക്കെ ന്യൂട്രിയൻസിൽ വരുന്നതാണ്. So your digestive system breaks nutrients into parts small enough for our body to absorb and use for energy. അപ്പോൾ ഇത്തരത്തിലുള്ള എന്താണ് വലിയ വലിയ മോളിക്യൂൾസൊക്കെ എന്താണ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഡൈജഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ ഓൺലി വി വിൽ ഗെറ്റ് എനർജി അല്ലേ. എനർജി കിട്ടാനും ഗ്രോത്ത് ആൻഡ് റിപ്പയറിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഡൈജഷനിലൂടെയാണ്. നമുക്കറിയാം പ്രോട്ടീൻസ് എന്തായിട്ട് ബ്രേക്ക് ചെയ്യും? പ്രോട്ടീൻസ് ബ്രേക്ക് ഇൻ ടു അമിനോ ആസിഡ്. അമിനോ ആസിഡ് എന്നുള്ള സിംപ്ലർ യൂണിറ്റ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട് ഡൈജഷനിലൂടെ. അതുപോലെ ഫാറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ എന്നുള്ള സിംപ്ലർ യൂണിറ്റ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ആസ് വെൽ ആസ് കാർബോഹൈഡ്രേറ്റ്സ് ബ്രേക്ക് ഇൻ ടു സിമ്പിൾ ഷുഗേഴ്സ്, ചെറിയ അബ്സോർബബിൾ ഫോം ആയിട്ടുള്ള ഷുഗേഴ്സ് ആക്കി മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഡൈജഷൻ എന്ന് പറയുന്ന കോംപ്ലക്സ് പ്രോസസ്സിലൂടെയാണ് ബോഡിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൺവേർട്ടഡ് ആക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എന്താണ് പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് എന്ത് ഡൈജഷൻ പ്രോസസ്സ് ആക്ച്വലി പഠിക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണോ? ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ പ്രോസസ് ഓഫ് ഡൈജഷൻ ആൻഡ് വി നോ ദാറ്റ് ദ ഡൈജസ്റ്റീവ് പ്രോസസ് സ്റ്റാർട്ട്സ് വെൻ വി പുട്ട് അവർ ഫുഡ് ഇൻ അവർ മൗത്ത് അല്ലേ. നമ്മൾ ഭക്ഷണം വായിൽ വെക്കുന്നതോടുകൂടിയാണ് ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് വി നോ ദാറ്റ് മൗത്ത് ആണ് അല്ലേ ഏറ്റവും ആൻറ്റീരിയർ ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ എലിമെൻ്ററി കനാലിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് തന്നെ മൗത്താണ്. ഓക്കെ, ദിസ് ഡൈജഷൻ സ്റ്റാർട്ട്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? നമ്മൾ ഫുഡ് ഇൻടേക്ക് എങ്ങനെയാണ് അല്ലേ? ത്രൂ മൗത്ത് അല്ലേ. നമ്മൾ മൗത്തിലൂടെ ഫുഡ് ഇൻടേക്ക് ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് എത്തുന്നത് മൗത്തിൽ നിന്നും ബക്കൽ ക്യാവിറ്റിയിലോട്ടാണ് അല്ലേ, ബക്കൽ ക്യാവിറ്റി. ആൻഡ് വി നോ ദാറ്റ് ഇൻ ബക്കൽ ക്യാവിറ്റി വി ഹാവ് ടീത്ത്സ് ആൻഡ് ടങ് അല്ലേ. ടീത്തും ഉണ്ട് ടങ്ങും ഉണ്ട്. അപ്പം നമ്മുടെ ബക്കൽ ക്യാവിറ്റി ആണ്. ബക്കൽ ക്യാവിറ്റി രണ്ട് ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഇറ്റ്സ് പ്ലേ ടു ഫങ്ഷൻ. ദാറ്റ് ഇസ് ഫസ്റ്റ് ഇസ് മാസ്റ്റിക്കേഷൻ ഓഫ് ഫുഡ്. ഫുഡ് ഈസ് മാസ്റ്റിക്കേറ്റഡ് അല്ലേ. ഫുഡ് നന്നായിട്ട് ചവച്ചരയ്ക്കുന്നതൊക്കെ നമ്മൾ ബക്കൽ ക്യാവിറ്റിയിൽ വെച്ചിട്ടാണ് അല്ലേ. നമ്മുടെ പല്ലുകൾ ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ മാസ്റ്റിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഫങ്ഷനാണ്. അതുപോലെ തന്നെ ബക്കൽ ക്യാവിറ്റി ഫെസിലിറ്റേറ്റ് ദ പ്രോസസ് ഓഫ് സ്വാലോയിങ് അല്ലേ. നമ്മൾ അങ്ങനെ നന്നായിട്ട് ചവച്ചരച്ചിട്ട് നമുക്കത് സ്വാലോ ചെയ്യണം അല്ലേ. എന്നാലാണ് നമ്മുടെ ഫുഡ് ഫെർദർ ആയിട്ട് മൂവ് ചെയ്യുക അടുത്ത ഭാഗത്തോട്ടൊക്കെ. അപ്പം അങ്ങനെ സ്വാലോയിങ് അല്ലെങ്കിൽ ഫുഡ് നമുക്ക് വിഴുങ്ങുന്നതിലും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബക്കൽ ക്യാവിറ്റിയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ബക്കൽ ക്യാവിറ്റി പെർഫോംസ് ടു ഫങ്ഷൻ. ഫസ്റ്റ് ഇസ് ദ മാസ്റ്റിക്കേഷൻ ഓഫ് ഫുഡ് ആൻഡ് സെക്കൻഡ് ഇസ് ദ ഫെസിലിറ്റേഷൻ ഓഫ് സ്വാലോയിങ്. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മുടെ ബക്കൽ ക്യാവിറ്റിയിൽ ടീത്തും ടങ്ങും ഒക്കെ ഉണ്ട്. അതുപോലെ എന്തും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ മൗത്തിൽ, നമ്മുടെ ഓറൽ ക്യാവിറ്റിയിൽ സലൈവ അല്ലേ. സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബൈ സലൈവറി ഗ്ലാൻസ്. അപ്പോൾ ഈ സലൈവ ഹെൽപ്സ് ഇൻ ലൂബ്രിക്കേറ്റിംഗ് ആ ഫുഡ് അല്ലേ. മാസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുള്ള ഈ ഫുഡിനെ ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് അതിനെല്ലാം അഡ്ഹർ ചെയ്തിട്ട് ഒരു ബോളസ് ഫോമിൽ ഓക്കെ ചെറിയ ചെറിയ ഒരു ബോൾ ഫോമിലോട്ട് ആക്കിയിട്ട് മാറ്റും നമ്മുടെ ഫുഡിനെ. So mastication is the process which undergoes an oral cavity or buccal cavity. Mastication എന്ന് പറഞ്ഞാൽ we can define it as the process whereby ingested food is cut
ഓർ ക്രഷ്ഡ് ഇൻ ടു സ്മോൾ പീസസ് അല്ലേ. നമ്മൾ കഴിക്കുന്ന ഫുഡിനെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മാറ്റുക. ആൻഡ് മിക്സ്ഡ് വിത്ത് സലൈവയുമായിട്ട് മിക്സ് ചെയ്തിട്ട് ആൻഡ് ഫോംഡ് ഇൻ ടു ബോളസ്, ഒരു ബോളസ് ഫോമിലോട്ടാക്കി മാറ്റുക. ഇൻ പ്രിപ്പറേഷൻ ഫോർ swallowing, then only we can swallow it properly. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി സലൈവയുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബോളസ് ഫോമിലോട്ടാക്കി മാറ്റുക. എന്നിട്ട് എന്താണ്, ഇറ്റ് വിൽ ബി പ്രിപ്പയർഡ് ഫോർ swallowing എന്നുള്ളതാണ് മാസ്റ്റിക്കേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ മാസ്റ്റിക്കേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ചൂയിങ് പ്രോസസ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ ടീത്താണ് അല്ലേ. ഓറൽ ക്യാവിറ്റിയിലുള്ള നമുക്ക് കട്ടിങ്ങിനൊക്കെ സഹായിക്കാൻ നമുക്ക് ഇൻസിസേഴ്സ് ഉണ്ട്, നമ്മുടെ ഏറ്റവും ഫ്രണ്ടിലുള്ളത് ഇൻസിസേഴ്സ് ഉണ്ട്. ആൻഡ് ഓൾസോ ഫോർ ഗ്രൈൻഡിങ് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ നമുക്ക് മൊലാർസ്, പ്രീ മൊലാസ് ആൻഡ് മൊലാസ് പോസ്റ്റീരിയർ ഭാഗത്തുള്ള മൊലാർസ് പോലെയുള്ള ടീത്തുകൾ എന്താണ് ഗ്രൈൻഡിങ്ങിന് സഹായിക്കും. അപ്പോൾ മാസ്റ്റിക്കേഷൻ ആൻഡ് ഓറൽ ക്യാവിറ്റി ക്ലിയർ അല്ലേ? ദെൻ വാട്ട് ഹാപ്പൻസ്, അതിനുശേഷം എന്താണ് ഡൈജഷൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ബോളസ് ഫോം ഫസ്റ്റ് എന്താണ് ബക്കൽ ക്യാവിറ്റിന്ന് സ്വലോ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇറ്റ് വിൽ കൺവേ ഇൻ ടു ദ ഫാരിങ്സ് അല്ലേ. ഫാരിങ്സ് ഒരു കോമൺ പാസേജ് ആണെന്ന് അറിയാം. അവിടെ നിന്നും ഇറ്റ് വിൽ പാസ് ടു ഈസോഫാഗസ് അല്ലെങ്കിൽ ഫുഡ് പൈപ്പിലൂടെ ആണ് പിന്നത്തെ മൂവ്മെൻറ്റ് നടത്തുക അല്ലേ. നമുക്കറിയാം ഈസോഫാഗസിൽ വളരെ സക്സസീവ് ആയിട്ടുള്ള മസ്കുലാർ കൺട്രാക്റ്റിംഗ് വേവ്സ് ഉണ്ടായിരിക്കും. നമ്മുടെ ഈസോഫാഗസ് കൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വേവ്സ് ഇങ്ങനെ റിതമിക് ആയിട്ട് സക്സസീവായിട്ട് പിന്നെ കൺട്രാക്ഷൻ നടക്കുന്നുണ്ട്. ആ ഒരു മൂവ്മെൻറ്റിനാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്, ഓർ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, പെരിസ്റ്റാൾസിസ് is the rhythmic or the successive waves of muscular contraction by the esophagus. ഈസോഫാഗസിലൂടെ ഫുഡ് പാസ് ചെയ്യുമ്പോൾ മസ്കുലാർ കൺട്രാക്ഷൻ നടന്നിട്ടാണ് അത് ഒരു സ്റ്റേജിൽ നിന്നും അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്നും അടുത്തതിലോട്ട് പാസ് ഡൗൺ ചെയ്യുന്നത്, ദിസ് ബോളസ് ഫോമിലുള്ള ഫുഡ്. ഓക്കെ, അതിനാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈസോഫാഗസിൽ നിന്നും എത്തുന്ന അടുത്ത ഡൈജസ്റ്റീവ് ഗ്ലാൻഡിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് സ്റ്റൊമക് അല്ലേ. അപ്പം നമുക്ക് ഈസോഫാഗസിനെയും സ്റ്റൊമക്കിനെയും കണക്ട് ചെയ്തിട്ട് അവിടെ ഒരു ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിഞ്ചർ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ആ സ്പിഞ്ചർ ആണ് ഇറ്റ് വിൽ റെഗുലേറ്റ് ദ എൻട്രി ഓർ ദ പാസേജ് ഓഫ് ഫുഡ് ഇൻ ടു ദ സ്റ്റൊമക്. അപ്പോൾ ഈസോഫാഗസിൽ നിന്നും നെക്സ്റ്റ് ഫുഡ് പാസ് ചെയ്യുന്നത് സ്റ്റൊമക്കിലോട്ടാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന സ്പിഞ്ചർ ആണ് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിഞ്ചർ. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, സോ ഹിയർ ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ ദ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് അല്ലേ. ഫുഡ് ഒരു ബോളസ് ഫോമിൽ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് എങ്ങനെയാണ് സാധ്യമാവുന്നത് ചോദിച്ചാൽ നമ്മുടെ ഈസോഫാഗസിൻ്റെ മസ്കുലാർ വോൾസ് കൺട്രാക്ട് ചെയ്യാണ്, ഒരു വേവ് ലൈക്ക് കൺട്രാക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാണ് സീരീസ് ആയിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഫുഡ് ബോളസ് ആർ കീപ്പിംഗ് അല്ലേ താഴോട്ട് പാസ് ചെയ്തിട്ട് താഴെ വരെ എത്തും. ഓക്കെ, so that's about the peristalsis. Okay, so this peristaltic movement starts when the food in the form of a bolus when reach the esophagus through swallowing. നമ്മുടെ ഫുഡ് swallow ചെയ്തിട്ട് ഈസോഫാഗസ് ഭാഗത്ത് എത്തുമ്പോഴാണ് ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പെരിസ്റ്റാൾസിസ് എന്താണെന്ന് ക്ലിയർ ആയില്ലേ? that a buccal cavity produces saliva. സലൈവേനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. സലൈവയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? It contains certain electrolytes, ഇപ്പോൾ സോഡിയം, അതുപോലെ തന്നെ പൊട്ടാസ്യം, ക്ലോറിൻ, ബൈകാർബണേറ്റ് പോലെയുള്ള കുറേ ഇലക്ട്രോലൈറ്റ്സ് കൊണ്ട് റിച്ച് ആണ് നമ്മുടെ സലൈവ. അതുപോലെ തന്നെ 2 എൻസൈംസ് ഉണ്ട്. Which are the 2 enzymes present in the saliva? That is salivary amylase as well as lysozyme. സലൈവറി അമിലേസും ലൈസോസൈമും എന്ന് പറഞ്ഞ 2 എൻസൈംസും കുറേ ഇലക്ട്രോലൈറ്റ്സും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഉമിനീര് അല്ലെങ്കിൽ സലൈവ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒരു ലൂബ്രിക്കേഷൻ മാത്രമല്ല നടക്കുന്നത്, അതിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റത്തെ ഡൈജഷൻ പ്രോസസ്സ് ഇറ്റ് വിൽ ഹാപ്പൻസ് ഇൻ ആ ഓറൽ ക്യാവിറ്റി ഓർ ബക്കൽ ക്യാവിറ്റിയിൽ വെച്ചിട്ട് തന്നെയാണ് കാർബോഹൈഡ്രേറ്റ് പോലെയുള്ള ഫുഡിൻ്റെ ഡൈജഷൻ അല്ലെങ്കിൽ കെമിക്കൽ പ്രോസസ് ഓഫ് ഡൈജഷൻ ഫസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ബക്കൽ ക്യാവിറ്റിയിൽ വെച്ചാണ് നടക്കുക എന്ന് പറയാം. കാരണം നമ്മുടെ സലൈവയിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? സലൈവറി അമിലൈസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. സലൈവറി അമിലൈസ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോലൈറ്റിക് ആക്ഷൻ കാണിക്കുന്ന എൻസൈം ആണ്. ഇറ്റ് വിൽ സ്പ്ലിറ്റ്സ് ദ കാർബോഹൈഡ്രേറ്റ് അല്ലേ. കാർബോഹൈഡ്രേറ്റിൻ്റെ ഏറ്റവും മാക്രോ മോളിക്യൂൾ ആയിട്ടുള്ള സ്റ്റാർച്ചിനൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ സിംപ്ലർ മോളിക്യൂൾസ് ആയിട്ടുള്ള ഡൈസാക്കറൈഡ് ഫോമിലോട്ട്, അതായത് ഇപ്പോൾ മാൾട്ടോസ്
അല്ലേ? നമുക്കറിയാം മാൽട്ടോസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ മോളിക്യൂൾ പ്ലസ് ഗ്ലൂക്കോസ് ഗിവ്സ് മാൽട്ടോസ്. അപ്പം നമ്മുടെ മാൽട്ടോസ് ഫോം അല്ലെങ്കിൽ ഡൈസാക്കറൈഡ് ഫോമിലോട്ട് ഹൈഡ്രോലൈറ്റിക് ആക്ഷനിലൂടെ ഡൈസാക്കറൈഡ് ആക്കി മാറ്റുന്നത് നമ്മുടെ ഓറൽ ക്യാവിറ്റിയിൽ വെച്ചിട്ടാണ്. ഇറ്റ് ഈസ് ഡൺസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എൻസൈം സലൈവറി അമൈലേസ്. ഓക്കെ, അതേപോലെ ലൈസോസൈം എന്ന് പറയുന്നത് ഒരു ആൻറ്റി ബാക്ടീരിയൽ ഏജൻ്റ് ആണ്. ഓക്കെ, സലൈവയിലുള്ള ലൈസോസൈമിന് ഒരു ആൻറ്റി ബാക്ടീരിയൽ നേച്ചർ ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ മൈക്രോബ്സിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ ലൈസോസൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻറ്റി ബാക്ടീരിയൽ ഏജന്റ് ആയിട്ടുള്ള ലൈസോസൈമും നമ്മുടെ സലൈവയിൽ പ്രസന്റ് ആണ്, ആസ് വെൽ ആസ് സലൈവറി അമൈലേസ്. ആൻഡ് ദിസ് സലൈവറി അമൈലേസ് കൺവേർട്സ് ദ സ്റ്റാർച്ച് അല്ലെങ്കിൽ പോളിസാക്രൈഡ് ഫോം ഇൻ ടു സിംപിൾ ഡൈസാക്രൈഡ് ഫോം. ഒരു മാൽട്ടോസ് ലെവലിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്നത് സലൈവറി അമൈലേസ് ആണ്. അതിൻ്റെ കൂടെ കുറേ ഇലക്ട്രോലൈറ്റ്സും ഉണ്ട് കേട്ടോ. നമ്മുടെ സലൈവയിൽ സോഡിയം, പൊട്ടാസ്യം, ക്ലോറിൻ, ബൈകാർബണേറ്റ് പോലെയുള്ള ഇലക്ട്രോലൈറ്റ്സ് കൊണ്ടും റിച്ച് ആണ് നമ്മുടെ സലൈവ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് സലൈവയുടെ കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ? സലൈവയിലുള്ള 2 എൻസൈംസും അതുപോലെ സലൈവയിലുള്ള ഇലക്ട്രോലൈറ്റ്സും എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ എലിമെന്ററി കനാലിൻ്റെ ഒരു ട്രാൻസ്ഫർ സെക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു അല്ലേ? എലിമെന്ററി കനാൽ അല്ലെങ്കിൽ ഗട്ടിന് 4 ലെയേഴ്സ് കണ്ടു അല്ലേ? ല്യൂമനെ കവർ ചെയ്തിട്ട് 4 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ സിറോസ ഉണ്ട്, ദെൻ മസ്കുലാരിസ് ഉണ്ട്, ദെൻ സബ് മ്യൂക്കോസ ആൻഡ് ദ ഇന്നർ മ്യൂക്കോസ. നമ്മൾ പറഞ്ഞിരുന്നു ആ സമയത്ത് തന്നെ മ്യൂക്കോസ എന്ന് പറയുന്ന ലെയറിൽ എന്താണ് നമ്മുടെ സ്റ്റൊമക്ക് ഭാഗത്തൊക്കെ ഒരുപാട് എന്തുണ്ട്, ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഉണ്ട്. ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഉണ്ട്. ഓക്കെ, ആ ഗ്യാസ്ട്രിക് ഗ്ലാൻസിലുള്ള മേജർ ആയിട്ടുള്ള 3 ടൈപ്സ് ഓഫ് സെൽസ് ആണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇസ് മ്യൂക്കസ് നെക്ക് സെൽസ്. സെക്കൻഡ് ഇസ് ദ ചീഫ് സെൽസ്, പെപ്റ്റിക് സെൽസ്. നമുക്ക് ചീഫ് സെൽസിനെ പെപ്റ്റിക് സെൽസ് എന്നും കൂടെ പറയാം. ആൻഡ് ദ തേർഡ് ഇസ് parietal cells or auxinatic cells. അങ്ങനെ 3 മേജർ ടൈപ്പ് സെൽസ് ആണ് നമ്മുടെ ഗ്യാസ്ട്രിക് ഗ്ലാൻസിൽ, സ്tomachുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്യാസ്ട്രിക് ഗ്ലാൻസിൽ കാണുന്നത്. അതിൽ ഈ 3 ടൈപ്പ് സെൽസിനും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണ് അല്ലേ? മ്യൂക്കസ് നെക്ക് സെൽ ആക്ച്വലി പ്രൊഡ്യൂസസ് അല്ലെങ്കിൽ സെക്രീറ്റ്സ് ദ മ്യൂക്കസ്. ഡൈജഷന് വേണ്ട മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലൂബ്രിക്കേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടുള്ള മ്യൂക്കസ് സെക്രീഷൻ ആണ് മ്യൂക്കസ് നെക്ക് സെൽസ് നടത്തുന്ന ഫംഗ്ഷൻ. ആൻഡ് സെക്കൻഡ് സെൽസോ പെപ്റ്റിക് സെൽസ് ഓർ ചീഫ് സെൽസ് എന്ന് പറയുന്നത് എന്താണ്? പെപ്സിനോജൻ എന്ന് പറയുന്ന പ്രോ എൻസൈം. അത് ആക്റ്റീവ് ഫോം അല്ല, അതിൻ്റെ ആക്റ്റീവ് ഫോം എന്താണ്? പെപ്സിൻ ആണ് അല്ലേ? അപ്പം പെപ്സിനോജൻ എന്ന് പറയുന്ന പ്രോ എൻസൈമിന് സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പെപ്റ്റിക് സെൽസ് ഓർ ചീഫ് സെൽസ് എന്നതിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ആൻഡ് തേർഡ് ഇസ് എന്താണ്? പാരീറ്റൽ സെൽ ഓർ ഓക്സിനറ്റിക് സെൽസ്. അതാണ് നമ്മുടെ HCl. ഡൈജഷനിലുള്ള നമുക്കറിയാം HCl എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കണ്ടന്റ് ഉണ്ടല്ലേ നമ്മുടെ സ്റ്റൊമക്കിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സെക്രീറ്റ് ചെയ്യുക, അതുപോലെ ഒരു ഇൻട്രൻസിക് ഫാക്ടറും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പാരീറ്റൽ സെൽ ഓർ ഓക്സിനറ്റിക് സെല്ലിൻ്റെ ഫംഗ്ഷൻ. എന്തിനാണ് ആ ഇൻട്രൻസിക് ഫാക്ടർ എന്ന് ചോദിച്ചാൽ നമ്മുടെ ചില വൈറ്റമിൻസ്, ഇപ്പോൾ വൈറ്റമിൻ B12 ഒക്കെ അബ്സോർബ് ചെയ്യണമെങ്കിൽ അതിൻ്റെയൊക്കെ അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇൻട്രൻസിക് ഫാക്ടർ. അപ്പോൾ ആ ഇൻട്രൻസിക് ഫാക്ടറിൻ്റെയും HClൻ്റെയും പ്രസൻസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പാരീറ്റൽ ഓർ ഓക്സിനറ്റിക് സെൽസിൻ്റെ ഫംഗ്ഷൻ. അതുപോലെ പെപ്റ്റിക് സെൽ ഓർ ചീഫ് സെൽ സെക്രീറ്റ് ദ പ്രോ എൻസൈം പെപ്സിനോജൻ ആസ് വെൽ ആസ് മ്യൂക്കസ് നെക്ക് സെൽ സെക്രീറ്റ് മ്യൂക്കസ്. അങ്ങനെ 3 ഫങ്ഷൻസ് ആണ് ഈ 3 ടൈപ്പ് ഓഫ് സെൽസ് നടത്തുന്നത്. ക്ലിയർ ആണോ? So we have said that there are 3 major type of cells, namely mucous neck cells. അതെന്താ സെക്രീറ്റ് ചെയ്യുക? മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. Second is peptic or chief cell that will secrete the pro-enzyme known as pepsinogen. അല്ലേ? പെപ്സിനോജൻ എൻസൈമിന് സെക്രീറ്റ് ചെയ്യുന്നതാണ് പെപ്റ്റിക് സെൽസ് അല്ലെങ്കിൽ ചീഫ് സെൽസ് എന്ന് പറയും. ആൻഡ് ദ തേർഡ് ഇസ് പാരീറ്റൽ ഓർ ഓക്സിനറ്റിക് സെൽ. അതെന്താണ് സെക്രീറ്റ് ചെയ്യുക? HCl. അതുപോലെ തന്നെ ഇൻട്രിൻസിക് ഫാക്ടർ അല്ലേ? നമ്മുടെ വൈറ്റമിൻ B12 അബ്സോർപ്ഷനൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻട്രിൻസിക് ഫാക്ടറിനെയും കൂടെ സെക്രീറ്റ് ചെയ്യുന്നതാണ് പാരീറ്റൽ ഓർ ഓക്സിനറ്റിക് സെൽസ്. So we have understood the 3 types of cell present in the gastric glands. അല്ലേ? സ്റ്റൊമക്കിലുള്ള ഗ്യാസ്ട്രിക് ഗ്ലാൻസിലുള്ള 3 ടൈപ്പ് സെൽസും അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ളതാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ നമ്മുടെ ഫുഡ് എവിടെയാണുള്ളത്? സ്റ്റൊമക്കിലാണ് അല്ലേ? ഫ്രം ദ ഈസോഫാഗസിൽ നിന്നും സ്റ്റൊമക്കിലെത്തി. ആരാണ് അത് റെഗുലേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ആ ഫുഡിൻ്റെ പാസേജ് അല്ലെങ്കിൽ അതിൻ്റെ എൻട്രി റെഗുലേറ്റ് ചെയ്യുന്നതാണ് ഈസോഫാജിയൽ, ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിഞ്ചർ. ഇനി നമ്മുടെ സ്റ്റൊമക്കിൽ നമ്മുടെ ഫുഡ് എത്തി, അത് എത്ര സമയം ഏകദേശം നിൽക്കുമെന്നറിയോ?
ഇറ്റ് വിൽ സ്റ്റോർ അപ് ടു 4 to 5 hours. ഒരു 4-5 മണിക്കൂറൊക്കെ നമ്മുടെ ഫുഡ് എന്താണ് സ്റ്റൊമക്കിൽ തന്നെ നിൽക്കും. ഓക്കെ, നമുക്കറിയാം നമ്മുടെ സ്റ്റൊമക്കിൽ എന്ത് നേച്ചർ ഉണ്ട്, ഒരു ആസിഡിക് നേച്ചർ ഉണ്ട് അല്ലേ. സ്റ്റൊമക്ക് അതുപോലെ ഒരുപാട് ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു, ആസിഡിക് നേച്ചർ ആണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ മസ്കുലാർ വോൾസ് ഒരുപാട് ചേർണിങ് മൂവ്മെൻറ്റ്സ് നടത്തുന്നുണ്ട് നമ്മുടെ ഫുഡിനെ. അവിടെ എത്തിയിട്ടുള്ള ഫുഡിൽ ഒരുപാട് ചേർണിങ് മൂവ്മെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ട് അതിനെ ഖൈം ഫോമിലോട്ടാക്കി മാറ്റും, CHIM, ഖൈം. ഓക്കെ, അതുപോലെ ഗ്യാസ്ട്രിക് ഗ്ലാൻസിൽ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഉള്ള HClന്റെ പ്രസൻസിൽ ഓൺ എക്സ്പോസർ ടു HCl അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ എക്സ്പോസറിൽ നമ്മുടെ പ്രോ എൻസൈം ആയിട്ടുള്ള പെപ്സിനോജൻ, ആ പ്രോ എൻസൈം നോൺ ആസ് പെപ്സിനോജൻ കൺവേർട്സ് ഇൻ ടു ആക്റ്റീവ് ഫോം ദാറ്റ് ഇസ് പെപ്സിൻ. പ്രോ എൻസൈം ആണ് പെപ്സിനോജൻ എന്ന് പറഞ്ഞാൽ അത് ആക്റ്റീവ് ഫോമിലല്ല. അപ്പോൾ HClലോട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ ഈ പെപ്സിനോജൻ പെപ്സിൻ ആയിട്ട് മാറ്റും. വാട്ട്സ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് പെപ്സിൻ? പെപ്സിൻ എന്താണ്? ഒരു പ്രോട്ടിയോളിറ്റിക് എൻസൈം ആണ്. അപ്പോൾ പ്രോട്ടീൻസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താണ് പെപ്റ്റൈഡ്സ് ആക്കി മാറ്റുന്നത് അല്ലേ, ചെറിയ പ്രോട്ടിയോസസ് ഒക്കെ ആക്കി മാറ്റുന്നതാണ് നമ്മുടെ എന്തിൻ്റെ ഫംഗ്ഷന്, പെപ്സിൻ്റെ ഫംഗ്ഷന്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? Like that, some mucus and bicarbonates are also present in the gastric juice. Gastric juice il endana bicarbonates und mucus und. Appo mucus definitely it will helps in the lubrication. Le food ine nannayittu lubricate cheyannulla function aayirikkum mucus cheyyunnathu. And what about this bicarbonates? നമുക്കറിയാം ആ മ്യൂക്കോസൽ എപ്പിത്തീലിയം അല്ലെ, ഗ്യാസ്ട്രിക് ഗ്ലാൻസിലൊക്കെയുള്ള മ്യൂക്കോസ എന്ന് പറയുന്ന ലെയറിലുള്ള എപ്പിത്തീലിയം ഒക്കെ അവിടെ പ്രസന്റ് ആയിട്ടുള്ള HCl വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്നും അതിന്റെ എക്സ്കോറിയേഷനിൽ നിന്നും പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ബൈകാർബണേറ്റ്സിന്റെ ഫംഗ്ഷന്. ഓക്കെ, ആ ഒരു ആസിഡിക് നേച്ചറിനെ ഓവർകം ചെയ്യാനാണ് അവിടെ ബൈകാർബണേറ്റ്സിന്റെ പ്രസൻസ്. മ്യൂക്കസ് എന്താ ചെയ്യുന്നത്? ഫുഡിനെ നന്നായിട്ട് അല്ലെ ഖൈം പോലെയുള്ള ഖൈം രൂപത്തിലുള്ളതിനൊക്കെ നന്നായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യാന്നുള്ള ഫംഗ്ഷൻ ആയിരിക്കും മ്യൂക്കസ് നടത്തുന്നത്. നമ്മുടെ പ്രോട്ടിയോളിറ്റിക് എൻസൈം ആയിട്ടുള്ള എന്താണ് പെപ്സിന് വേണ്ട ഒപ്റ്റിമൽ ഒരു ആസിഡിക് pH പ്രൊവൈഡ് ചെയ്യുന്നത് HCl ആണെന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പോൾ ഇൻഫാൻസിൻ്റെ ഒക്കെ കേസിൽ അവരല്ലേ നന്നായിട്ട് മിൽക്ക് ആയിരിക്കും അവരുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പം മിൽക്ക് പ്രോട്ടീൻസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോട്ടിയോളിറ്റിക് എൻസൈമാണ് റെനിൻ, RENNIN. ഓക്കെ, റെനിൻ. സോ ഇറ്റ് ഈസ് ഓൾസോ പ്രസന്റ് ഇൻ അവർ ഗ്യാസ്ട്രിക് ജ്യൂസ്. അപ്പോൾ നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിൽ റെനിൻ എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. ഇറ്റ് വിൽ കൺവേർട്സ് ദ മിൽക്ക് പ്രോട്ടീൻസ് അല്ലേ, അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന മിൽക്ക് പ്രോട്ടീൻസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് സിംപ്ലർ യൂണിറ്റ് ആക്കി മാറ്റുന്നതും എന്താണ് അതിന് ആവശ്യമുള്ള എൻസൈമും നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിൽ പ്രസന്റ് ആണ്. ആൻഡ് ഓൾസോ ദ ലിപ്പേസസ്. അപ്പം നമ്മുടെ ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫാറ്റ്സിനൊക്കെ എന്താണ് സ്പ്ലിറ്റ് ചെയ്യുന്ന ലിപ്പേസസ് എന്ന് പറഞ്ഞ എൻസൈംസും അതിനും എന്താണ് നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ, ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽപ്പ് ചെയ്യുന്ന. ഇപ്പം പ്രോട്ടീനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പെപ്സിൻ പോലെയുള്ള ആക്റ്റീവ് എൻസൈംസിനെ റെഡിയാക്കുന്നുണ്ട്. അതുപോലെ മിൽക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള റെനിൻ എന്ന് പറയുന്ന എൻസൈം മിൽക്ക് പ്രോട്ടീൻസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതുപോലെ ലിപ്പേസസ്, നമ്മുടെ ലിപ്പിഡ്സിന് സ്പ്ലിറ്റിംഗ് എൻസൈം ലിപ്പേസസ് എല്ലാം എന്താണ് നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിൽ പ്രസന്റ് ആണ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറേ ഇലക്ട്രോലൈറ്റ്സും ഡൈജഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സും എല്ലാം അതിൽ ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഡൈജഷൻ്റെ ഇത്ര പോർഷൻ വരെ നമ്മുടെ സ്റ്റൊമക്കിൽ എത്തി നിൽക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണോ? നമ്മുടെ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ്, അതിൻ്റെ ഫങ്ഷൻസ്, അതിലുള്ള ടൈപ്പ് ഓഫ് സെല്ലും ഫങ്ഷനും ഏതൊക്കെയാണ്, എൻസൈംസ് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ക്ലിയർ ആണോ? നമ്മുടെ സ്റ്റൊമക്ക് വരെ എത്തിയ ഫുഡ് ഡൈജഷൻ കംപ്ലീറ്റ് ആയോ? അല്ല അല്ലേ, ഇനിയുണ്ട് 2 മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ, ഇൻറ്റസ്റ്റൈൻ അല്ലേ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആസ് വെൽ ആസ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. പിന്നെ ലാസ്റ്റ് ഡെഫിക്കേഷൻ പ്രോസസ് ത്രൂ ആനസ് ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ദാറ്റ് പോർഷൻ അല്ലേ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ദാറ്റ് വിൽ ബി കവേർഡ് ഓൺ നെക്സ്റ്റ് ക്ലാസ്. അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്ന് പറഞ്ഞത് നമ്മുടെ സ്റ്റൊമക്ക് വരെ എത്തി നിൽക്കുന്നു അല്ലേ, ഫുഡ് നമ്മൾ മൗത്തിലൂടെ ഇൻടേക്ക് ചെയ്തിട്ട് ബക്കൽ ക്യാവിറ്റിയിൽ നടക്കുന്ന മാസ്റ്റിക്കേഷൻ, സ്വാലോയിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഫാരിങ്സിലൂടെ ഈസോഫാഗസിലൂടെ എത്തും. ഈസോഫാഗസിൽ നമ്മൾ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്, അതുവഴിയാണ് ഇറ്റ് വിൽ റീച്ച് ദ സ്റ്റൊമക്ക്. ആൻഡ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു സ്റ്റൊമക്ക് ഈസ് റെഗുലേറ്റഡ് ബൈ gastroesophageal sphincter, and the stomach actually stores the food for about 4 to 5 hours. And also there are many enzymes as well as electrolytes present in the gastric juice, and it will
ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ അല്ലേ. എന്താണ് പ്രോട്ടീൻസ് ആയാലും ലിപ്പിഡ്സ് ആയാലും അതിൻ്റെയൊക്കെ എന്താണ് ഡൈജഷനൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഗ്യാസ്ട്രിക് ജൂൾസിൻ്റെ ഹെൽപ്പിൽ വെച്ചിട്ട് സ്റ്റൊമക്കിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, so we can wind up for today. That's all for today. Thank you.